മായാലക്ഷ്മി കൂടി നമുക്കൊപ്പം ഉണ്ട്. ICDSന്റെ ജില്ലാ കോർഡിനേറ്ററാണ് മായാലക്ഷ്മി മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? കാര്യം ഇനിയിപ്പം വൈകാതെ ഇപ്പൊ പഴയ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല, പുതിയ കെട്ടിടം ഒരു വർഷമായിട്ട് ഈ വാമനപുരം ബസ് റൂട്ടിലെ ജഗതി കട്ടിൽ പണിഞ്ഞ അവസ്ഥയില. ഉറപ്പായിട്ടും അവിടെ വഴി പ്രശ്നം പരിഹരിക്കും. കാരണം ആ അംഗൻവാടിക്ക് ജില്ലാ പഞ്ചായത്ത് കെട്ടിടം പണിയുകയും ഭീമ ജ്വല്ലറിയുടെ CSR ഫണ്ടിൽ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറും അതിന് TV, ഫ്രിഡ്ജസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്ന് ഇനോഗ്രേഷൻ ടൈമിലേക്കാണ് അതിന്റെ അയൽവക്കക്കാർ ആ വഴി ബ്ലോക്ക് ചെയ്യുകയും അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തത്. വഴി ഉറപ്പാക്കാതെ അവിടെ കെട്ടിടം പണിഞ്ഞു, അതാണ് പ്രശ്നം. അല്ല വഴി അവർ പറഞ്ഞിരുന്ന ആ ഒരു രീതിയിലാണ് സ്ഥലം ഇതായത്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും അംഗൻവാടികൾക്കുള്ള സ്ഥലങ്ങൾ ആരെങ്കിലും ഒക്കെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് പഞ്ചായത്ത് റോഡ് കൊണ്ടുവരുമ്പോൾ അവർക്ക് അത് ബെനിഫിറ്റഡ് ആവും എന്നുള്ള രീതിയിൽ കുറച്ച് പുറകിലേക്കുള്ള വസ്തുവൊക്കെയാണ് തരാറുള്ളത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവര് അത് വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിയുമ്പോഴത്തേക്കാണ് വഴി ബ്ലോക്ക് ആവുകയും നമുക്ക് ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വഴിയുടെ കാര്യത്തില് ഈ വസ്തുവിലേക്കുള്ള വഴി കൊടുക്കുമ്പോൾ ഇവർക്ക് ജോലി കൊടുക്കണം എന്നൊരു കണ്ടീഷൻ അവർ വെച്ചു അയൽവാസി. നമുക്ക് അങ്ങനെ ജോലി കൊടുക്കാൻ വഴിയുടെ ഒരു ഉപയോഗിക്കാൻ കൊടുക്കുന്നത് വെച്ചിട്ട് നമുക്ക് ജോലി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഒന്നുകിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതല്ലേ അവര് നമുക്ക് ലാൻഡ് ഡൊണേറ്റ് ചെയ്തിരിക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് അവർ വഴി ബ്ലോക്ക് ചെയ്തത്. പഞ്ചായത്ത് ഇപ്രാവശ്യം അവിടേക്കുള്ള വഴി വാങ്ങുന്നതിന് ഫണ്ട് വെച്ചിട്ട് അതിനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. പ്രോജക്റ്റ് അപ്രൂവൽ ആയിട്ടുണ്ട്. താമസിയാതെ തന്നെ ആ വഴി പ്രശ്നം പരിഹരിച്ച് അംഗൻവാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ. 14 കുട്ടികൾക്ക് അധികം വീട്ടിലിരിക്കേണ്ടി വരില്ല. ഇല്ല അല്ല, വീട്ടിലിരിക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. ഇപ്പൊ നമ്മളൊരു കെട്ടിടം അൺഫിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ പകരം കെട്ടിടം പിടിക്കും. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മളുടെ സ്വന്തം കെട്ടിടമുള്ള അംഗൻവാടിയിലേക്ക് ക്ലബ് ചെയ്തുകൊണ്ട് താൽക്കാലികമായിട്ട് പ്രവർത്തിപ്പിക്കും. നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ പരിഹാരം ഉണ്ടാവും അല്ലേ ഈ പുതിയ കെട്ടിടത്തിന്റെ കാര്യത്തിൽ? പുതിയ കെട്ടിടത്തിന്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. പിന്നെ പർച്ചേസ് അല്ലേ, പർച്ചേസിന്റേതായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ട് വാല്യുവേഷൻ. ഒരു വർഷമായി. എന്തായാലും കുട്ടികൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഗുണഭോക്താക്കൾക്കോ ഒരു കാരണവശാലും സർവീസ് മുടങ്ങില്ല. ഓക്കെ, താങ്ക് യു മായാലക്ഷ്മി മാം. താങ്ക് യു സുജാദേവി നമ്മളോട് പ്രതികരിച്ച. ശരത്ത്, ഇപ്പോൾ ICDSന്റെ പ്രൊജക്ടിന്റെ ജില്ലാ കോർഡിനേറ്റർ കൂടി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താമസിയാതെ ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ്. നമുക്കത് പ്രതീക്ഷിക്കാം. പഞ്ചായത്തുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം, നമുക്ക് ഈ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാം. ഇതെനിക്ക് തോന്നുന്നു 10,000-60,000 രൂപയുടെയൊക്കെ ഒരു കാര്യമേ കാണത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഒരു വർഷം ഇതിങ്ങനെ വെച്ച് താമസിപ്പിച്ചത്. കെട്ടിടം ഉണ്ടാക്കി, പക്ഷേ കെട്ടിടത്തിലേക്കുള്ള വഴി അവർ ഉറപ്പാക്കാൻ പറ്റാതെ പോയി. വാക്കാ പറഞ്ഞു, ആ വാക്കാ പറഞ്ഞ കാര്യം ഇപ്പോൾ വേണമെങ്കിലും ലംഘിക്കാമല്ലോ. അത് ആദ്യം എഴുതിയൊക്കെ വാങ്ങി അത് കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പുതിയ അംഗൻവാടി കെട്ടിടമാണ്. ഒരു വർഷമായിട്ട് ആ പുതിയ അംഗൻവാടി കെട്ടിടം പ്രവർത്തിക്കാതിരിക്കുന്നു. 1 ലക്ഷം രൂപയുടെ കുട്ടിയുടെ കളിപ്പാട്ടവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആ പുതിയ അംഗൻവാടി കെട്ടിടത്തിലുണ്ട്. മനോഹരമായ അംഗൻവാടി കെട്ടിടമാണ്, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അവിടെ പോയിരുന്ന് പഠിക്കാനൊക്കെ തോന്നും കുട്ടിക്കാലമാണെങ്കിൽ. പക്ഷേ പോകാൻ വഴിയില്ല, അതാണ് പ്രശ്നം. എന്നാലും വഴിയില്ലാത്തതിനെ തുടർന്ന് അംഗൻവാടി അടച്ചുപൂട്ടിയതിൽ ഇപ്പോൾ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ICDSന്റെ ജില്ലാ കോർഡിനേറ്ററും ഒപ്പം CDPO അമ്പലപ്പുഴ ബ്ലോക്കിലെ CDPOയുമാണ് നമ്മളോട് പ്രതികരിച്ചത്. വാർഡ് മെമ്പറും പ്രതികരിച്ചു. നമുക്ക് എന്തായാലും ആ അംഗൻവാടി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ് അഭിപ്രായം എന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു ശരത്, ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന്. അവിടുത്തെ കുട്ടികളുടെയും അവിടുത്തെ ആളുകളുടെയും ഒക്കെ വലിയ ആഗ്രഹമാണ് ആ അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. വാമനപുരം ബസ് റൂട്ടിൽ ജഗതി ഒരു കട്ടിൽ നിർമ്മിച്ചപ്പോൾ കട്ടിലിന്റെ നടുക്ക് തൂണ് വന്ന പോലെ ആയിപ്പോയി. എല്ലാം നിർമ്മിച്ചു, പക്ഷെ ഒരു ചെറിയ പ്രശ്നം, വഴിയില്ല. ഇതാട്ട അവസ്ഥ. അതൊക്കെ നേരത്തെ നേരെയും ചൊവ്വയൊക്കെ കണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. വാക്കാൽ പറയുന്നു എന്നത് അവർ വാക്കെപ്പോഴെങ്കിലും മാറ്റാമല്ലോ, മനുഷ്യരല്ലേ. അത് എഴുതി വാങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വഴി ആദ്യം കെട്ടിയടച്ച് ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഈ അംഗൻവാടി കെട്ടിടത്തിലേക്ക് നമുക്ക് ഒരു വർഷം മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ വന്ന് പഠിച്ചേനെ.